ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ഗാന്ധിനഗറിനടുത്തുള്ള അദലജ് എന്ന ചെറുപട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പടിക്കിണറാണ് അദലജ് സ്റ്റെപ്പ് വെൽ. ഇത് റുദാഭായി സ്റ്റെപ്പ് വെൽ എന്നും അറിയപ്പെടുന്നു. ദണ്ഡഹി രാജ്യം ഭരിച്ചിരുന്ന വഗേല രാജവംശത്തിലെ റാണ വീർ സിംഗിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ ഭാര്യ രുദാഭായി 1498 നിർമ്മിച്ചതാണ് ഈ പടിക്കിണർ. അദലജിൽ ഉള്ളതുപോലുള്ള പടിക്കിണറുകൾ ഒരു കാലത്ത് ഗുജറാത്തിലെ വരണ്ട പ്രദേശങ്ങളുടെ അവിഭാജ്യ ഘടകമായിരുന്നു. കാരണം അവ കുടിക്കാനും അലക്കാനും കുളിക്കാനും വെള്ളം നൽകിയിരുന്നു. മാത്രമല്ല, വർണ്ണാഭമായ ഉത്സവങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കും ഈ കിണറുകൾ വേദികളായിരുന്നു. അഞ്ചു മുതൽ 19 വരെ നൂറ്റാണ്ടുകൾക്കിടയിൽ ഗുജറാത്തിലെ വരണ്ട പ്രദേശങ്ങളിൽ മാത്രം 120-ലധികം ഇത്തരം കിണറുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ അദലജിലെ കിണർ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ്. അദലജ് സ്റ്റെപ്പ് വെൽ സങ്കീർണമായ കൊത്തുപണികളോട് കൂടിയതും 5 നിലകൾ ആഴമുള്ളതുമാണ്. അതായത് ഭൂനിരപ്പിൽ നിന്ന് ഒരു 5 നില കെട്ടിടത്തിൻ്റെ വലിപ്പം ഉണ്ട് ഇതിന്. സോളങ്കി വാസ്തുവിദ്യാ ശൈലിയിൽ മണൽ കല്ലിൽ നിർമ്മിച്ചതാണ് അദലജ് സ്റ്റെപ്പ് വെൽ. മുകൾ ഭാഗം അഷ്ടഭുജാകൃതിയിലാണ്. സങ്കീർണമായി കൊത്തിയെടുത്ത വലിയ തൂണുകളാൽ ഓരോ നിലകളെയും വേർതിരിച്ചിരിക്കുന്നു. ഓരോ നിലയും നിരവധി ആളുകൾക്ക് ഒത്തുകൂടാൻ പര്യാപ്തമായ സ്ഥല വിസ്തീർണത്തോടു കൂടിയതാണ്. ഭൂഗർഭജലം എപ്പോഴും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ആഴത്തിൽ സ്റ്റെപ്പ് വെൽ കുഴിച്ചിട്ടുള്ളത്. ഈ പടിക്കിണറിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ രസകരമായ ഒരു ചരിത്രമുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ റാണ വീർ സിംഗ് എന്ന ഭരണാധികാരി ഭരിച്ചിരുന്ന ഒരു ചെറു രാജ്യമായ ദണ്ഡഹി ഒരു വരണ്ട പ്രദേശമായിരുന്നു. ജലക്ഷാമം അനുഭവിച്ചിരുന്ന തൻ്റെ പ്രജകളുടെ ദുരിതം മാറ്റുന്നതിനായി റാണ വലുതും ആഴമേറിയതുമായ ഈ പടിക്കിണറിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. കിണർ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അയൽ രാജ്യത്തിലെ ഭരണാധികാരിയായ മുഹമ്മദ് ബഗ്ഡ അദ്ദേഹത്തിൻ്റെ രാജ്യം ആക്രമിച്ചു. റാണ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. മുഹമ്മദ് ബഗ്ഡ അദ്ദേഹത്തിൻ്റെ പ്രദേശം കൈവശപ്പെടുത്തി. റാണ വീർ സിംഗിൻ്റെ വിധവയായ റാണി രുദാബായി ജീവത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ബഗഡ അവരെ തടയുകയും വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. പടിക്കിണറിൻ്റെ നിർമ്മാണം ആദ്യം പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയിൽ രുദാബായി വിവാഹത്തിന് സമ്മതിച്ചു. രാജ്ഞിയുടെ സൗന്ദര്യത്തിൽ വളരെയധികം ആകൃഷ്ടനായ ബഗ്ഡ ആ ആവശ്യം സമ്മതിക്കുകയും റെക്കോർഡ് സമയത്തിനുള്ളിൽ കിണർ നിർമ്മിക്കുകയും ചെയ്തു. കിണർ പൂർത്തിയായപ്പോൾ ഭർത്താവ് ആരംഭിച്ച പടിക്കിണർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം നേടിയ രാജ്ഞി ആ പടിക്കിണറിൽ ചാടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു.
മരിക്കുന്നതിനു മുമ്പ് റാണി മതസന്യാസിമാരോട് ഈ പടിക്കിണറിൽ കുളിച്ച് ശുദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ദുഃഖകരമായ മറ്റൊരു ചരിത്രവും ഈ പടിക്കിണറിന് പറയുവാനുണ്ട്. പടിക്കിണറിൻ്റെ വാസ്തുവിദ്യാ മികവിൽ വളരെയധികം ആകൃഷ്ടനായ മുഹമ്മദ് ബഗ്ഡ സമാനമായ മറ്റൊരു കിണർ നിർമ്മിക്കാതിരിക്കുവാനായി പ്രധാന കൽപ്പണിക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ കിണറിൻ്റെ പ്രവേശന കവാടത്തിനടുത്തായുള്ള 6 ശവകുടീരങ്ങൾ ആ കൽപ്പണിക്കാരുടേതാണ്. അദലജ് സ്റ്റെപ്വെൽ ഭീമാകരമായ ഒരു കിണർ എന്നതിലുപരി ഒരു ദേശത്തിൻ്റെയാകെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയായ ഒരു അത്ഭുത നിർമ്മിതിയായിരുന്നു.